കോഴിക്കോട് പാളയത്ത് വൻ തീപിടുത്തം. റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിലാണ് തീപിടുത്തമുണ്ടായത്. ടെക്സ്റ്റൈൽസിന്റെ 2-3 നിലകളിൽ തീ ആളിപ്പടർന്നു. മീൻചന്ത, ബീച്ച്, വെള്ളിമാട് കുന്ന് എന്നീ ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തിയാണ് ഏറെ നേരം പരിശ്രമിച്ച് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത്. 2023 ഏപ്രിലിലും ജയലക്ഷ്മിയിൽ സമാനമായ രീതിയിൽ തീപിടുത്തമുണ്ടായിട്ടുണ്ട്. ഇതുവരെ മനസ്സിലാക്കിയെടുത്തോളം ജീവഹാനി സംഭവിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പ്രാഥമിക റിപ്പോർട്ടിൽ. അപ്പോൾ ഇനി അതൊക്കെ തീയണഞ്ഞു കഴിഞ്ഞാൽ നല്ല രൂപത്തിലുള്ള പരിശോധന നടത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആ പരിശോധന നടത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു നിഗമനത്തിലെത്തുന്നത് യുക്തിസഹമാവുകയില്ല. ഇപ്പോൾ ജില്ലാ ഭരണകൂടവും മറ്റ് സംവിധാനങ്ങളും എത്രയും പെട്ടെന്ന് തീയണച്ച് സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്ന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. എയർപോർട്ടിൽ നിന്നുള്ള ഫയർ എഞ്ചിനും ഇവിടെ എത്തിയതോടുകൂടി ആ ശ്രമങ്ങൾ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിയന്ത്രണ വിധേയമാകട്ടെ. മറ്റു കാര്യങ്ങൾ നമുക്ക് അതിനുശേഷം ചർച്ച ചെയ്യുന്നതായിരിക്കും ഉചിതം. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഇത്തരം സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ നേരത്തെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലുണ്ടായ സംഭവത്തിന് മറ്റേതെങ്കിലും തരത്തിലുള്ള ദുർവ്യാഖ്യാനം നടത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടത്. അത് അശ്രദ്ധ കൊണ്ടാവാം, ഷോർട്ട് സർക്യൂട്ട് കൊണ്ടാവാം, പല കാരണങ്ങളാവാമല്ലോ. ഇത് വിദഗ്ധന്മാരെ തീരുമാനിക്കുന്നത്. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരുമാർ വന്ന് അതങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന് പറയുന്നത് ഒരു പ്രശ്നത്തെ അതിൻ്റെ വസ്തുതാപരമായ പരിശോധനത്തിന് തടസ്സം സൃഷ്ടിക്കും. അതുകൊണ്ട് നമ്മൾ മുൻവിധി വേണ്ട. സംഭവിക്കാൻ പാടില്ലാത്തൊരു ദുരന്തം ഇവിടെ സംഭവിച്ചു. ആ ദുരന്തത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ജനങ്ങൾ ഭീതിയിലാണ്. എന്നാൽ ആ ഭീതി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കാരണം തീയണക്കാനുള്ള ശ്രമങ്ങളിൽ നല്ലൊരു ശതമാനം വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നത്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അഗ്നി വ്യാപിക്കാതിരിക്കാനുള്ള കരുതലുകളും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നഗരത്തിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് തീപിടുത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് പെട്ടെന്ന് അണക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഫയർ സർവീസ് യൂണിറ്റുകൾ കുറവാണ്. അത് വലിയ വിഷയമാണ്. ഇപ്പം ബീച്ചിൽ നമ്മൾ നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ്. നിർഭാഗ്യവശാൽ ബീച്ചിൽ ആവശ്യമായ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ കഴിയുന്നില്ല. കാരണം നഗരത്തിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആവർത്തിക്കുന്ന തീപിടുത്തം അത് വളരെ പെട്ടെന്ന് അണക്കേണ്ടത്, അല്ലെങ്കിൽ വല്ലാതെ പടർന്നു പിടിക്കുന്നത്. ഒരുപാട് കെട്ടിടങ്ങളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ അതുകൊണ്ട് ബന്ധപ്പെട്ട ഫയർ സർവീസിൻ്റെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരും ജില്ലാ ഭരണകൂടവും വളരെ ഗൗരവമായ വിഷയം ആലോചിക്കേണ്ടതാണ്. ഇപ്പം തന്നെ എയർപോർട്ടിൽ നിന്ന് ഈ ഫയർ എഞ്ചിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്താനുള്ള കാലതാമസമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ നഗരത്തിൻ്റെ അകത്തുള്ള ഈ കാര്യം നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള ഫയർ സർവീസ് യൂണിറ്റുകളാണ് ഉണ്ടാക്കേണ്ടത്. കോഴിക്കോട് നഗരത്തിലെ 2005 മിഠായി തെരുവിലുണ്ടായ തീപിടുത്തം, ആ തീപിടുത്തം മുതൽ ഏകോപന സമിതി എന്ന പ്രസ്ഥാനം നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ഇതുപോലുള്ള എയർപോർട്ടിൽ ഉള്ള അത്യാധുനിക സംവിധാനത്തിലുള്ള ഒരു ഫയർ എഞ്ചിന് നമുക്ക് കോഴിക്കോടിന് വേണമെന്ന് അന്നത്തെ മന്ത്രി MK മുനീർ അന്ന് ഇതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെങ്കിലും ഇതുവരെ അത്തരമൊരു സംവിധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കോഴിക്കോട് അടുത്ത കാലത്തുണ്ടായ തീപിടുത്തങ്ങളിലൊക്കെ അവസാനം എയർപോർട്ടിൽ നിന്ന് ഈ മിഷൻ വരേണ്ടി വന്നു. ഇപ്പം തന്നെ ഇന്ന് 6:30 മണിക്ക് ഞാൻ കളക്ടറെ നേരിട്ട് വിളിക്കുകയും കളക്ടർ ഉടനെ തന്നെ എയർപോർട്ടിലേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 8:30 മണിക്കാണ് ഈ സാധനം ഇവിടെ എത്തിയിട്ടുള്ളത്. അതിന് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്തുകൊണ്ട് കോഴിക്കോട് അങ്ങാടിയിൽ ഇത്തരത്തിലൊരു മിഷൻ എത്തിക്കൂടാ? ഇത്രയും വലിയ ബിസിനസ് നടക്കുന്ന കോഴിക്കോട് വാണിജ്യ കേന്ദ്രമായ കോഴിക്കോടിനെ രക്ഷിക്കണമെങ്കിൽ സർക്കാർ എത്രയും പെട്ടെന്ന് ഇത്തരത്തിലൊരു മിഷൻ കോഴിക്കോടിന് അനുവദിക്കണം. MS അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോടും ചേരുന്നുണ്ട്. അനീഷ്,
രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ നേരത്തെയും സമാനമായിട്ടുള്ള തീപിടുത്തം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിങ്ങനെ ആവർത്തിക്കാനുള്ള സാഹചര്യം എന്താണെന്നാണ് വിലയിരുത്തുന്നത്? മറ്റൊന്ന്, പൂർണ്ണമായിട്ടും തീ ഇല്ലാതായോ, പൂർണ്ണമായും അണഞ്ഞോ? എൽദോ, പൂർണ്ണമായി തീ അണഞ്ഞെന്ന് ഇപ്പോഴും പറയാൻ കഴിയുന്നില്ല. കാരണം ഫയർഫോഴ്സ് വലിയ ഭഗീരഥ പ്രയത്നം തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ ഒരിടത്ത് തീ അണച്ച ശേഷം പിന്നീട് മറുഭാഗത്ത് കത്തി തുടങ്ങുന്ന അല്ലെങ്കിൽ വീണ്ടും കത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ വിമാനത്താവളത്തിൽ നിന്നുമുള്ള വലിയ ഫയർ എക്സ്റ്റിംഗ്വിഷർ മെഷീനുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വലിയ ശക്തിയോട് കൂടി ഏറെ നേരം ഒരുപാട് ജലം സംഭരിച്ച് ഒപ്പം പ്രത്യേക രാസപദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് അത് തീയണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഏതാണ്ടൊരു വിജയം കണ്ടെത്തും എന്നും അല്ലെങ്കിൽ കണ്ടെത്തുന്ന രീതിയിലേക്ക് പോകുന്നുവെങ്കിലും മറ്റ് ചില ഭാഗങ്ങളിൽ, അതായത് ഒരു വശത്ത് കെടുത്തി കഴിയുമ്പോൾ മറ്റു ഭാഗത്തു നിന്ന് വീണ്ടും കത്തിപ്പിടിക്കുന്ന ഒരു സാഹചര്യം, അത് ഈ കെട്ടിടത്തിനുള്ളിൽ തന്നെയാണ് തീ ദൃശ്യമാകുന്നത്. നമ്മൾ നേരത്തെ ഈ മാവൂർ ബസ് സ്റ്റാൻഡ്, ഇപ്പം ഓഫീസിൽ ബസ് സ്റ്റാൻഡിന്റെ ഫാഷൻ ടെക്സ്റ്റൈൽസിൽ തീപിടുത്തം ഉണ്ടായപ്പോഴും കണ്ടതാണ്. തുണിത്തരങ്ങളാണ് ഇതിനകത്തുള്ളത്. അത് പലതരത്തിലുള്ള തുണിത്തരങ്ങളുണ്ടാവും. പോളിസ്റ്റർ രീതിയിലുള്ള തുണിത്തരങ്ങൾ, പട്ട് സാരികൾ, അങ്ങനെ ഇതൊരു ഈ വെഡ്ഡിംഗ് കളക്ഷൻസ് ഒക്കെ ഉള്ള ഒരു ജയലക്ഷ്മി സിൽക്സ്, അങ്ങനെ ഒരു വലിയ സ്ഥാപനമാണ്. അതുകൊണ്ട് ഒരുപാട് സ്റ്റോക്ക് ഉള്ള സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഈ തീ താൽക്കാലികമായി അണയ്ക്കുന്നെങ്കിൽ പോലും അതിന്റെ ഒരു കൂനകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഈ തുണിക്കെട്ടുകൾക്കുള്ളിൽ തീപ്പൊരി പടരുമ്പോൾ അത് താൽക്കാലികമായി അണഞ്ഞാലും അത് വീണ്ടും പുകഞ്ഞ് കത്തി ഉയരുന്ന ഒരു തരത്തിലേക്കാണ് സാഹചര്യങ്ങൾ നീളുന്നത്. അതുകൊണ്ടാണ് ഒരു പൂർണ്ണ തോതിലേക്ക് എടുത്തൽ സാധ്യമാവാതെ പോകുന്നത്. എത്രമാത്രം വെള്ളമോ അല്ലെങ്കിൽ ഫോം ഫയർ എക്സ്റ്റിംഗ്വിഷറുകളോ ഇതിനകത്തോട്ട് പ്രയോഗിച്ചാലും ആ പുറം ഭാഗം തീ കെട്ടാലും അകം പുകഞ്ഞുകൊണ്ടിരിക്കും. അവിടെ നിന്നും വീണ്ടും തീ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കെട്ടിടത്തിന്റെ തന്നെ 2ാം നിലയിലാണ് ആദ്യം തീപിടുത്തം ദൃശ്യമായത്. പിന്നീട് അത് 3ഉം 4ഉം നിലകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. പിൻവശത്തു നിന്നാണ് ആദ്യം തീ കത്തിപ്പടർന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ 6 മണിക്കുണ്ടായ തീപിടുത്തം ഏതാണ്ട് 9:30 കഴിയുമ്പോഴും 9:45 ആ സമയത്തേക്ക് എത്തുമ്പോഴും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ കാര്യം. നമ്മൾ നേരത്തെ ഓഫീസിൽ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായ തീപിടുത്ത കാലത്തും അന്നും സമാനമായ രീതിയിൽ തന്നെയാണ്. അതായത് സ്റ്റോക്ക് ഉണ്ടായിരുന്ന തുണി ഏതാണ്ട് പൂർണ്ണമായും കത്തിത്തീരുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്ന ഒരു സാഹചര്യം, അതിന് സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. വെഡ്ഡിംഗ് സെക്ഷനിലെ വസ്ത്രങ്ങൾ സൂക്ഷിച്ച ഗോഡൌൺ ഭാഗത്തു നിന്നും ആദ്യം തീ ഉയർന്നു. പിന്നീട് അത് 2ാം നിലയിലേക്ക് വരികയും അത് 3ഉം 4ഉം നിലകളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ജീവനക്കാരെയും ആ സമയത്ത് കടയിൽ ഉണ്ടായിരുന്ന ഈ മറ്റ് ഉപഭോക്താക്കളെയും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഒരു വലിയ അപകടം ഒഴിവായി, അല്ലെങ്കിൽ ഒരു ആളപായം ഇല്ലാതെ ഈ ദുരന്തത്തിൽ നിന്നും കരകയറാൻ കഴിഞ്ഞു എന്ന് പറയാം. പക്ഷെ 2 ജീവനക്കാർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് ആണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും ഈ തീ എങ്ങനെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കും എന്നത് തന്നെയാണ് അഗ്നിശമന സേനാംഗങ്ങളുടെ ഒരു പ്രധാന ഒരു മുന്നോട്ട് ഉള്ള ഒരു ആക്ഷൻ പ്ലാൻ. കാരണം 3 യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റുകൾ തത്സമയം തന്നെ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. അവർ മണിക്കൂറുകളായി ഈ തീയണയ്ക്കാൻ ശ്രമം നടത്തുന്നു. അതിന്റെ പുറത്താണ് ഇപ്പോൾ വിമാനത്താവളത്തിൽ നിന്നും ഉള്ള ഏറ്റവും ആധുനികമായ യന്ത്ര സംവിധാനങ്ങളോടുകൂടിയുള്ള അഗ്നിശമന സംവിധാനങ്ങൾ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ ഈ തുണിത്തരങ്ങൾ പൂർണ്ണമായും കത്തിത്തീർന്നാൽ മാത്രമേ ഒരു പൂർണ്ണ കെട്ട് അണഞ്ഞു പോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ നിയന്ത്രണ വിധേയമെന്ന് തീർച്ചയായും പറയാൻ കഴിയും. കാരണം വശങ്ങളിലെ തീയും പിൻവശത്തെ തീയും ആഞ്ഞ് ആളിക്കത്തലും അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തുണിത്തരങ്ങൾക്കുള്ളിൽ ഉള്ള തീക്കല്ലുകൾ ഇടയ്ക്ക് ആളുന്നതുകൊണ്ടാണ് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് തീ പ്രത്യക്ഷമാവുന്നത്. റൈറ്റ്. എം എസ് സനീഷ് കുമാറാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്.